എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക. ഇതിന് വേണ്ട സാധനം ഞാൻ 1/2 കിലോ ചിക്കൻ, ബോണുള്ള ചിക്കനാണ്, അത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു അരമുറി വലിയ സവാള, പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് കോക്കനട്ടിൻ്റെ പീസസ്, പിന്നെ കറിവേപ്പില, പിന്നെ മസാല ഞാൻ ഇടുമ്പം പറയാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ, അതുകൊണ്ട് എരി കുറവാണ്. ഞാൻ ഒരു 4 ചെറിയ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടി അത് ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് ഈ നാരങ്ങ ഒഴിക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ ഇരുന്നാൽ നല്ലതാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നമുക്ക് അടച്ചു വെച്ചേക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനാണ്. ആദ്യം നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയും കറിവേപ്പിലയും കൂടെ അത് വറുത്തിങ്ങ് എടുക്കാനാണ്. ഇതായിട്ടുണ്ട്. ഇതങ്ങ് എടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടാം. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യാം. ഞാനിതൊരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തോളൂ. ഞാൻ ഉള്ളിയും കൂടെ ഇടുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇതിനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കണേ. നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇട്ടേക്കാം. ഇത് ശരിയായിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വെള്ളം പറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് സെമി ഗ്രേവി ആയിട്ട് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.